ഞാൻ മായ ഈ ആര്യ. അപകടത്തിൽപ്പെട്ട വണ്ടിയുടെ എന്താണ് നമ്പർ 7288 മായയുടെ വണ്ടിയുടെ നമ്പറും 7288 ആണല്ലോ. ഈ കാര്യങ്ങൾ ഉൾപ്പെടെ അറിയാൻ പറ്റുന്നുണ്ടോ? അതോ ഇത് ഉൾപ്പെടെയാണോ കാണുന്നത്? അതോ ഇത് ജസ്റ്റ് ഒരു സിറ്റുവേഷൻ മാത്രമാണോ? അറിയാത്ത പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അത് ചില സമയങ്ങളിൽ ചില അപകടത്തിന്റെ ഒരു ഇതുപോലെയാണ് കാണുന്നത്. ചില സമയങ്ങളിൽ ആ സിറ്റുവേഷൻ ഇപ്പൊ ഞാനിപ്പം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയോ അല്ലാന്നുണ്ടെങ്കിൽ ഈ സംസ്ഥാനം ഇന്ത്യ മൊത്തവും ഞാൻ കറങ്ങിയിട്ടില്ലല്ലോ. അപ്പൊ നമ്മളൊരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. നമ്മൾ പോയ സ്ഥലങ്ങളോ അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും നമ്മൾ ന്യൂസുകളിലോ മീഡിയകളിലോ കണ്ട സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പൊ ആതിരപ്പള്ളിയിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സ്ഥലമാകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയും ഇന്ന സ്ഥലത്താണെന്ന് പറയാം. പക്ഷെ വേറൊരു സ്ഥലം നമ്മൾ പോകാത്ത, നമ്മൾ അറിയാത്ത, ഫെമിലറൈസ്ഡ് അല്ലാത്തൊരു സ്ഥലമാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും അത് ഏത് സ്ഥലമാണെന്ന്? എനിക്കെന്നല്ല ആർക്കും പറയാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് പറയാവുന്ന ആ ഐഡന്റിഫിക്കേഷൻ ആണ്. ഇന്ന സ്ഥലമാണ്, ഇന്ന ഉയരം ഉണ്ടാകും, ഇന്ന വളവുണ്ടാകും, അല്ല ആ ഒരു രീതിയിലല്ലേ എനിക്ക് പറയാൻ പറ്റും അത് ഏത് സ്ഥലമാണെന്ന് കൃത്യമായിട്ട്. ഇത്രയും ഇന്ത്യ ഫുൾ അരിച്ചു പെറുക്കിയവർക്ക് അല്ലെങ്കിൽ അറിയത്തുള്ളൂ ഇത് ഏത് സ്ഥലമായിരിക്കാം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. എനിക്കിപ്പം പറയാൻ പറ്റുന്ന ആ സ്ഥലം പറയാൻ പറ്റും, ആൾക്കാരെ പറയാൻ പറ്റും, അല്ലാന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ കൃത്യമായിട്ട് നമ്പർ പറയാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ചിലപ്പം മുന്നോട്ട് പോകും തോറും അത് കൃത്യമായിട്ടുള്ള ആളായിരിക്കാം എന്ന് നമുക്ക് പറയാം. ഇപ്പം തന്നെ എനിക്ക് തമിഴ്നാട് കേരളം എന്ന് പറയാം, അല്ലെങ്കിൽ അതിന്റെ ബോർഡറാന്ന് പറയുമ്പോൾ നമുക്ക് 4-5 ബോർഡർ ഉണ്ടല്ലോ. അതിൽ ഏതെങ്കിലും ഒന്നാണെന്ന് പറയുവാണെങ്കിൽ ബാക്കി ബോർഡറിന്റെ അവിടോട്ട് പോകുന്ന ആൾക്കാര് ചിന്തിക്കുന്ന എന്തായിരിക്കും, പറഞ്ഞത് മറ്റേ പ്രവചനം പറഞ്ഞത് ഇന്ന ബോർഡർ ആണല്ലോ, അവിടെ അങ്ങോട്ട് ഞങ്ങൾ പോകുന്നില്ലല്ലോ, അവിടെ ഉള്ളവർ ശ്രദ്ധിക്കട്ടെ, ഞങ്ങൾ ആരും അത്ര കെയർ ആകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ അശ്രദ്ധയിലോട്ട് പോകണ്ടെന്ന് ഓർത്തിട്ടാണ് ഞാൻ കൃത്യമായിട്ട് ആ ഒരു സ്ഥലം മെൻഷൻ ചെയ്യട്ടെ. കാരണം ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇടുക്കിയിലോട്ട് പോകുന്നവർക്കാണ് അപകടം വരുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വയനാട്ടിൽ പോകുന്നവർ അതിനെ തള്ളിക്കളയും. ഞങ്ങൾക്കൊന്നും വരത്തില്ല, ഇടുക്കിയെ കുറിച്ചല്ലേ പറഞ്ഞേ എന്നായിരിക്കും ചിന്തിക്കുന്നത്. അപ്പൊ അങ്ങനെയല്ല വേണ്ടുന്നേ. അപകടത്തിൽ ആര് വേണേലും പെടാം. ഇതിങ്ങനെ കാണുമ്പം ഒരു വ്യക്തിയെ കൃത്യമായിട്ട് കാണുന്നില്ല, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കണ്ടാൽ പോലും ഈ 3.5 കോടി ജനങ്ങളിലോ അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരിലായിട്ട് ഞാൻ എങ്ങനെ അവരെ ഐഡന്റിഫൈ ചെയ്യാനാ? അല്ലെങ്കിൽ പേര് നമ്മൾ പറഞ്ഞാൽ എത്രയോ ആൾക്കാർക്ക് ഈ ഒരു പേരുണ്ടാവും. അപ്പൊ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു എന്താണ്, ഒരു ഔട്ടർ പറയാനേ നമുക്ക് പറ്റത്തുള്ളൂ. ഇന്നടത്തായിരിക്കാം, അല്ലെങ്കിൽ ഇന്ന ആൾക്കായിരിക്കാം, അല്ലെങ്കിൽ ഇന്ന വ്യക്തികൾക്കായിരിക്കാം. ഇത് നമ്മൾ കൂടുതലും കൃത്യമായിട്ട് നടക്കുന്നത് പ്രകൃതി ദുരന്തങ്ങൾ, മാൻമെയ്ഡ് പ്രോസസ്സിനെക്കാട്ടിലും ഞാൻ കണ്ടെത്തിയ ഒരു കാര്യം കൂടെ നാച്ചുറൽ കലാമിറ്റീസ് അല്ല അതേപോലെ തന്നെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആണ് കൂടുതലും വരുന്നത്. അപ്പൊ അതെനിക്ക് തോന്നുന്ന ഏതെങ്കിലും ഒരു പവറിന്റെ കഴിവ് തന്നെ ആയിരിക്കും. അതെന്താന്ന് എനിക്കും കൃത്യമായിട്ട് അതിനെങ്ങനെയാ അത് പറയണം എന്ന് എനിക്കറിയില്ല. പക്ഷെ കുറെ വർഷം കൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട്, പറയുന്നതെല്ലാം കൃത്യമായിട്ടാകുന്നുണ്ട്. അതാണ് എനിക്കും കൂടുതൽ വ്യക്തമാണ്. ഒരു മായയുടെ പേഴ്സണൽ ലൈഫിലേക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. വരുമ്പോൾ മായയുടെ പേര് RV മായ, അത് എനിക്ക് തോന്നുന്നതൊരു എങ്ങനെയാ എത്തിയത്? RV മായ എന്ന് പറയുന്ന ഞാൻ സ്വീകരിച്ചൊരു പേരാണ്. മായ മോഹൻ എന്നാണ് എൻ്റെ പേര്. ഞാൻ MSW ഒക്കെ കഴിഞ്ഞിട്ട് ഒരു പ്രൊജക്റ്റിലെ കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്താ ഈ RV? RV എന്നുള്ളത് റിമൈൻഡിങ് വോയിസസ്, ഒരു ഓർമ്മപ്പെടുത്തൽ ശബ്ദം. അതാർക്ക് വേണേലും ആകാം. ആ ഒരു രീതിയിലാണ് RV എന്ന് സ്വീകരിച്ചിട്ടുള്ളത്. എനിക്ക് അങ്ങനെ പറയുന്നതാണ് ഇപ്പം എല്ലാവർക്കും നല്ലതെന്ന് വിചാരിക്കുന്നു. പിന്നീട് എന്താണ് RV എന്നുള്ളത്, RV ഫൗണ്ടേഷൻ അല്ലെങ്കിൽ RV റൈഡേഴ്സ് എല്ലാം ആ ഒരു രീതിയിലാണ് എടുത്തിട്ടുള്ളത്. എനിവേ അങ്ങനെ പറയാനാണ് ഇപ്പം എനിക്ക് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ്. താല്പര്യപ്പെടുന്നില്ല. അപ്പൊ ഒരു ഓർമ്മപ്പെടുത്തൽ ശബ്ദം, അത് ചിലപ്പം ഈ ടെലിപ്പതിയെ സംബന്ധിച്ചിട്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ തെറ്റ് കണ്ടാൽ അതിനെ ചൂണ്ടിക്കാണിക്കുന്നതാകാം. എന്തായാലും നമ്മുടെ ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മളിലുള്ള ആൾക്കാർക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ ശബ്ദമായിട്ട് നമുക്ക് എന്താണ് നീതി കിട്ടണം എന്നുള്ള രീതിയിൽ, ഒരു ഉദാഹരണമായിട്ട് ആ ഒരു രീതിയിൽ ഞാൻ ഇട്ടതാണ് റിമൈൻഡിങ് വോയിസസ് എന്നുള്ളത്, ഒരു ഓർമ്മപ്പെടുത്തൽ ശബ്ദം. അതെന്തിനെ കുറിച്ചും ആകാം. അതിനാണ് RV ഇട്ടേക്കുന്നത്. ശരി, പറയാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ ഈ പ്രവചനം നടത്തുന്നതിന്റെ പേരിൽ ഭീഷണികൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്? അങ്ങനെയുള്ള കോമന്റ്സോ അല്ലെങ്കിൽ നേരിട്ടുള്ള ഭീഷണികൾ അങ്ങനെ എന്തെങ്കിലും? എനിക്കങ്ങനെ ഭീഷണിയൊന്നും ഇപ്പൊ ഈ ഒരു വീഡിയോ ആണ് കൂടുതൽ പബ്ലിസിറ്റി ആയത്. അതിന് മുൻപ് അത്രയും ആയിട്ടില്ലെങ്കിലും എനിക്ക് എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. എൻ്റെ ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും ഇവൻ നേരത്തെ ടിക്ടോക്കിലായാലും ഒക്കെ. ടിക്ടോക്കിൽ ഇതിനെക്കാട്ടിലും വൈറലായിരുന്നു ഞാൻ. ആ സമയത്ത് പോലും എനിക്ക് അങ്ങനെ ഒരു ഭീഷണിയായിട്ട് ആരും വന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ നെഗറ്റീവ് വീഡിയോസ് ഒരുപാട് ഇടുന്നവരുണ്ട്. അല്ലെങ്കിൽ ഞാൻ പ്രവാചകയാണ്, ആൾദൈവമാണ്, ചീറ്റിംഗ് ആണ്, എന്നെ ഒരുപാട് ചീത്ത വിളിക്കുന്ന മെസ്സേജ് വരെ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഞാൻ അതിനെ ഒന്നിനെയും ന്യായീകരിക്കാനും പോകുന്നില്ല, അവരെ സപ്പോർട്ട് ചെയ്യാനും പോകുന്നില്ല, അവരെ ചീത്ത വിളിക്കാനോ തിരിച്ചൊന്നും പറയാനും പോകുന്നില്ല. കാരണം എനിക്ക് എൻ്റെതായിട്ടുള്ള രീതിയിലല്ലേ പെരുമാറാൻ പറ്റൂ. കാരണം
ഞാനിത് ആരും ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ ഞാൻ സ്വയം ആൾദൈവമാകാനോ ഒന്നും ഇട്ടതല്ല. ആൾക്കാരെ എങ്ങനെ സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക എന്നുള്ള ഒരു മൈൻഡും അത് പ്രൊഫഷനായിട്ട് എടുത്ത ഒരാളാണ് ഞാൻ സോഷ്യൽ വർക്ക് മെന്റാലിറ്റി MSW പഠിച്ച ഒരാളാണ്. അപ്പം നമ്മൾ സോഷ്യൽ വർക്കും ചാരിറ്റിയും ചെയ്യുന്ന എന്തിനാണ്? സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ്. അല്ലാതെ വേറൊരു ഡിഗ്രി എടുത്തിട്ട് എനിക്ക് ജോലി ചെയ്യാൻ വയ്യാഞ്ഞിട്ടല്ല. ഞാൻ സോഷ്യൽ വർക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. സമൂഹത്തിനെ നന്നാക്കുക, അല്ലെങ്കിൽ നമ്മളിൽ ഒരാളെ, അല്ലെങ്കിൽ നമ്മളുടെ പ്രകൃതിയെ, നമ്മുടെ ജീവികളെ, അല്ലെങ്കിൽ മനുഷ്യരെയൊക്കെ സപ്പോർട്ട് ചെയ്യാനും സഹായിക്കാനും ആ ഒരു രീതിയിലാണ് ഞാൻ സോഷ്യൽ വർക്ക് എടുത്തത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ സൈക്കോളജിയും കാണുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു കഴിവുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും മനുഷ്യരെ സഹായിക്കാൻ, അല്ലെങ്കിൽ മൃഗങ്ങളെ സഹായിക്കാൻ, അല്ലെങ്കിൽ പ്രകൃതിയെ സഹായിക്കാനും സംരക്ഷിക്കാനുമാണ് ഞാനത് ഉപയോഗിക്കുന്നത്. ആ ഒരു രീതിയിലാണ് ഞാനത് ഇടുന്നത്. അല്ലെങ്കിൽ എനിക്കിത് കണ്ടിട്ട് മിണ്ടാതിരുന്നാൽ മതി. അല്ലെങ്കിൽ ഞാൻ ഇത് കുറെ വർഷം കൊണ്ട് ഇത് ഇടുമ്പോൾ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നു. മായേച്ചി എന്നെ എല്ലാവരും വിളിക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ മായമെന്ന് വിളിക്കും. അപ്പോൾ ചേച്ചി അങ്ങനെ ചെയ്യണം, കുറെ പേരെങ്കിലും കണ്ട് അവരും കൂടെ കുറച്ച് അവെയർ ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ കാണുന്ന അപകടത്തിന്റെ തീവ്രത കുറയുകയാണെങ്കിൽ ഒരുപാട് നല്ലതാണ് എന്നുള്ള രീതിയിൽ ഒരുപാട് പേര്, എനിക്ക് നേരെ 80% ആൾക്കാർ സപ്പോർട്ടീവായിട്ടാണ് ഈ ഒരു കുറെ വർഷം കൊണ്ട് നിൽക്കുന്നത്. പിന്നെ ഇപ്പൊ ഈ വൈറലായതിനു ശേഷം ഞാൻ വൈറലിന് വേണ്ടി ചെയ്തതല്ലെന്ന് പറയട്ടെ. കാരണം ഒരു മരണമോ ഒരു അപകടമോ അല്ലല്ലോ നമ്മൾ വൈറലിന് വേണ്ടി ചെയ്യേണ്ട കാര്യം. ഞാൻ ഇതിനു മുൻപേ തന്നെ വൈറലായിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, മലയാള മനോരമയിലൊക്കെ, ഷീറോസിലും, അതേപോലെ തന്നെ ഞാൻ ചാനലിൽ, നമ്മുടെ 24 ഫ്ലവേഴ്സ് ചാനലിലൊക്കെ വന്നൊരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് വൈറലാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട കാര്യമില്ല. ഈവൻ പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ കേരളത്തിലെ ഒരു ലേഡി എന്നുള്ള രീതിയിൽ ഞാൻ നേരത്തെ വൈറലായ ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വൈറലിനാകാൻ വേണ്ടിയിട്ട് ഞാനിത് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം നെഗറ്റീവ് ഇടുന്നവരോടോ അല്ലെങ്കിൽ നെഗറ്റീവ് പറയുന്നവരോടോ പറയുന്നത് ഇത് അതിനുവേണ്ടി ചെയ്തതല്ല. എന്റെ കൂട്ടത്തിലുള്ള ഒരാളെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യണം എന്ന് മനസ്സിൽ അതിയായ ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഞാനത് ചെയ്തത്. ഒരാഴ്ച മുന്നേ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ആ ടീച്ചർമാർ ഉൾപ്പെടുന്ന ആ സംഘം ഒരു പക്ഷേ ഇത് കണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ അവരും കുറെ കൂടെ ശ്രദ്ധിച്ചേനമായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അവരിലോട്ട് എനിക്ക് തോന്നി ഈ ഒരു ന്യൂസ് എത്തിയിട്ടില്ലായിരിക്കാം. എനിക്ക് പോയി അവരെ കാണണമെന്നൊക്കെയുണ്ട്, അതിൽ നിന്ന് രക്ഷപ്പെട്ടവർ. പക്ഷെ ഇപ്പം ഞാനും ആ അവസ്ഥയിലായില്ല, അവരും ആ അവസ്ഥയിലല്ല. അപ്പൊ അങ്ങനെ ട്രിപ്പ് പോകുന്നവരിലോട്ടൊക്കെ എത്തുമായിരുന്നെങ്കിൽ എല്ലാവരും കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ചേനെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നെഗറ്റീവ് കമന്റ് ഇടുന്നവര് എന്തുദ്ദേശത്തിലാണ് ഇടുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അതിന് ഞാൻ എന്താ പറയണ്ടേ, എനിക്ക് അവരോടും നന്ദിന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഞാൻ ഇനിയും ഞാൻ ഇങ്ങനെ ഒരു ഇൻഡ്യൂഷൻ അല്ലെങ്കിൽ ഒരു പ്രീ കോഗ്നിഷൻ, കൃത്യമായിട്ട് ഞാൻ പറയുന്നത് ഒരു പ്രീ കോഗ്നിഷൻ ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. അത് ഞാൻ ആൾക്കാർക്ക് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ടെലിപ്പതി ഇടുന്നത്. അത് ഞാൻ ഇനിയിടും. കാരണം എന്നെ കൊണ്ട് ഒരാളെങ്കിലും സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ചെയ്യും. നിങ്ങൾ എന്നെ ചീത്ത പറയൂ, എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാനത് ചെയ്യും. ശരി, അത് ചിലപ്പം പാരനോർമൽ ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോഴും ആളുകൾക്ക് ഒരു ദുരൂഹമാണ്. പലർക്കും ഇപ്പോഴും ഇതെന്താണ് സത്യം, എങ്ങനെയാണ് ഇത് ചിന്തിക്കുക എന്നുള്ള രീതിയിലുള്ള സംശയങ്ങളൊക്കെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. എന്തായാലും മായ പ്രവചിക്കുന്ന അല്ലെങ്കിൽ പറയുന്നത് മറ്റൊരു കാര്യമാണ്. ഇപ്പം സേനയുടെ വാഹനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മായ പറയുന്നത്. അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷെ എന്നാൽ പോലും ഈ ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിൽ എത്രമാത്രം, അല്ലെങ്കിൽ ഇപ്പോഴും ആളുകൾക്ക് അതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് മനസ്സിലാവാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട്. മായയ്ക്ക് മാത്രം മനസ്സിലാവുന്ന കാര്യം. എന്തായാലും മായ, വളരെയധികം സന്തോഷം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.